ദൈവനാമത്തിന് മഹത്വം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച ആശയങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് എന്ന് കരുതുന്നു. എങ്കിലും ആരെങ്കിലും ഇന്ന് പുതുതായി ചേർന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം എന്തായിരുന്നു എന്നുള്ളത് 3-4 വാചകത്തിൽ ഒന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദിവ്യ സ്വഭാവം ദൈവസഭയിൽ, അതാണ് നാം ചിന്തിക്കുന്ന വിഷയം. അതിൽ പല ദൈവിക സ്വഭാവങ്ങളുണ്ട്. അതിലൊന്നിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ദൈവത്തിൻ്റെ ത്രിയേക ദൈവത്തിലുള്ള തുല്യത, അത് പ്രവൃത്തിപഥത്തിൽ പല നിലകളിൽ പ്രകടമാകുന്നുണ്ട്. ആ പ്രകടമായത് ദൈവസഭയിലും വെളിപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ആ ഐക്യത, തുല്യത, അവർ തമ്മിലുള്ള ബന്ധത്തിൽ അതിൻ്റെ ഐക്യതയുണ്ടായിരുന്നു. സൃഷ്ടിയിൽ ഐക്യതയുണ്ടായിരുന്നു. രക്ഷ അറിയിക്കുന്നതിൽ ഐക്യതയുണ്ടായിരുന്നു. ഉടമസ്ഥതയിൽ ഐക്യതയുണ്ടായിരുന്നു. അതെല്ലാം ആദിമസഭയിലും പ്രകടമായിരുന്നു എന്നാണ് നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം. അത് പറയാനുള്ള പ്രാപ്തി മാനുഷികമായിട്ട് കുറവെന്ന് അംഗീകരിച്ചുകൊണ്ട്, കാരണം നിത്യമായ സ്നേഹത്തിൻ്റെ അനുഭവമാണ് ദൈവത്തിൻ്റേത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ മാനുഷികമായ പരിമിതി എൻ്റെ മുമ്പിൽ നിഴലിട്ട് നിൽക്കുന്നു. എങ്കിലും തിരുവെഴുത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെ നിങ്ങളുടെ സ്മൃതിപഥത്തിലേക്ക്, ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ചില ആശയങ്ങൾ കൃപയിൽ ആശ്രയിച്ചൊന്ന് പങ്കുവെക്കുവാൻ മാത്രമാണ് ഇന്ന് രാത്രിയിലും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത അത് നിത്യമാണ്. അതിൻ്റെ കാരണം ദൈവം നിത്യനായതുകൊണ്ട് ദൈവ സ്വഭാവവും നിത്യമായി തന്നെ നിലനിൽക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിന്നോട് എൻ്റെ ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത് 31:3. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ദൈവസ്നേഹത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 യോഹന്നാൻ 4:8-ലും 16-ലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം വാക്യത്തിൽ ദൈവം സ്നേഹം തന്നെ. 16-ാം വാക്യത്തിലും അതേ ആശയം ആ വാക്യത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ദൈവം സ്നേഹം തന്നെ. അപ്പോൾ ദൈവ സ്വഭാവമാണ് സ്നേഹം. അത് ത്രിയേക ദൈവത്തിൽ വെളിപ്പെട്ടിരുന്നതായി തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ആ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യത്തെ ചില വാക്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഈ ദൈവത്തിൻ്റെ സ്നേഹം, അവിടെ ലേഖനത്തിൽ പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. പുത്രനെ തന്ന് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പിതാവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം പിതാവിനുണ്ടെന്നാണ് ആ വാക്യങ്ങളുടെ ആശയം. രണ്ടാമത് നാം ചിന്തിക്കാൻ പോകുന്നത് ആ സ്നേഹം പുത്രനോട് ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം, അവിടെ കർത്താവ് തന്നെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പുത്രൻ്റെ വാക്കാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലും പുത്രനായ നമ്മുടെ കർത്താവ് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. 17-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം. ഇവിടെയും പുത്രൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. ആ സ്നേഹവാനായ ദൈവം
പുത്രനെ സ്നേഹിക്കുന്നുവെന്ന് പുത്രന്റെ സാക്ഷ്യം. മൂന്നാമതൊരാശയം പറയട്ടെ. ഗലാത്യ ലേഖനം 5:3 ആത്മസ്വഭാവമാണ്, ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 5:5 ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് പകരുന്നു. അർത്ഥാൽ പരിശുദ്ധാത്മാവിലും നിറഞ്ഞു നിൽക്കുന്നത് ദൈവസ്നേഹമാണ്. അപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം അന്യോന്യം, അത് ദൈവത്തിനൊരാരംഭമില്ല. അതുകൊണ്ട് ആ സ്നേഹത്തിനും സ്നേഹപ്രകടനത്തിനും സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലിനും ഒരാരംഭമില്ല. നമുക്ക് മനുഷ്യബുദ്ധിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ എന്നാണോ അത് ആരംഭിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏത് കാലഘട്ടമാണോ ഉള്ളത് ആ കാലഘട്ടം മുഴുവൻ ആ സ്നേഹം അന്യോന്യം പ്രകടമായിക്കൊണ്ടിരിക്കുക, വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ദൈവത്തിനൊരാരംഭം എന്നുള്ള സൂചനയല്ല, മറിച്ച് നമ്മുടെ കൊച്ചുബുദ്ധിയിൽ അതിനൊരാരംഭം കുറിക്കാൻ കഴിയില്ല. എങ്കിലും ചിന്തിക്കാൻ വേണ്ടി എന്നാണോ എന്ന് ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രം. അതൊരിക്കലും ഒരു പഠിതാവിനെ സംബന്ധിച്ച് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഞാൻ എൻ്റെ കൊച്ചുബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ചു പോയപ്പോൾ അങ്ങനെ ഒരു വാക്ക് അങ്ങ് ചിന്തിച്ചു പോയി, അതങ്ങ് സൂചിപ്പിച്ചെന്ന് മാത്രം. എന്നാൽ ആരംഭമില്ലാത്ത നിത്യനായ ദൈവം അന്യോന്യം സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ഈ വാക്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ആ സ്നേഹം തങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടല്ല തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. അത് താൻ സൃഷ്ടിച്ച, ദൈവം സൃഷ്ടിച്ച, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അവരെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹം നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ കാണുന്നുണ്ട്. പിന്നീട് പാപം ചെയ്ത മനുഷ്യനോട് ബന്ധപ്പെട്ട് എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് പ്രകടമാകുന്നത് ചിലരോട് ബന്ധപ്പെട്ടായി നമുക്ക് തിരുവെഴുത്തിൽ കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രകടമായ വെളിപ്പെടൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് 3:16. എന്നാൽ അതിന് തൊട്ടു മുമ്പ് ആ ബന്ധത്തിൻ്റെ, ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്ന ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷം 1:18 നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന വാക്യമാണ്. കർത്താവിൻ്റെ ദൈവികത്വം മനോഹരമായി പ്രഖ്യാപിക്കുന്ന വാക്യം. അവിടെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇത് പറഞ്ഞിട്ട് പിതാവും പുത്രനും തമ്മിലുള്ള ശക്തിയേറിയ ബന്ധത്തെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ, മടിയിലിരിക്കുക സമം അത് സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. ഞാൻ ആ പ്രയോഗം മറ്റ് ചില വിവർത്തനങ്ങളിലും ഒന്ന് നോക്കി. POC ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന. അപ്പോൾ സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ സൂചന അവിടെയും നമുക്ക് കാണാം. ഓശാന ബൈബിളിൽ അതിനെ സൂചിപ്പിച്ചിരിക്കുന്നത് വക്ഷസിലിരിക്കുന്ന പുത്രൻ എന്നാണ്. അതിൻ്റെ അർത്ഥം മാറിടത്തിലിരിക്കുന്ന പുത്രൻ എന്നാണ്. അപ്പോൾ അവിടെയും സ്നേഹത്തിൻ്റെ ആഴമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ ആഴം ഈ വാക്യങ്ങളിലൂടെ എല്ലാം വെളിപ്പെടുത്തുമ്പോൾ ആ സ്നേഹം പകരപ്പെടുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 നാം വായിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാനും നിങ്ങളും ശിക്ഷയ്ക്ക് യോഗ്യരാണ്, നാശത്തിന് യോഗ്യരാണ്. ഒരിക്കലും ദൈവത്തിങ്കലേക്ക് ഒരു മടങ്ങിവരവ് സാധ്യമായിരുന്നില്ല. എന്നാൽ ആ മടങ്ങിവരവിൻ്റെ കാരണം ഇവിടെ പറയുന്നത് ദൈവസ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയും ഈ ലോകത്തിലോ വരുവാനുള്ള ലോകത്തിലോ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മെ സ്നേഹിച്ചു, പുത്രനെ തന്നു സ്നേഹിച്ചു. നമ്മെ നിത്യനരകത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പാപമോചനമൊരുക്കി നാശത്തിൽ നിന്നും വിടുവിച്ചു. അതിൻ്റെ കാരണത്തെക്കുറിച്ച് വിശ്വസിക്കുവാൻ കാരണം കൃപയാണ്. എന്നാൽ
അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൻ്റെ ആഴം നിമിത്തമാണ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ സാധ്യതയില്ലാതിരുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നത്. ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നു. പുത്രനെ തന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ചു. ആ വാക്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വരുമ്പോഴെല്ലാം ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ഇങ്ങനെ സ്നേഹിക്കുവാൻ എന്താ എന്നിൽ യോഗ്യതയുള്ളത്? അയോഗ്യതകളുടെ ഒരു നീണ്ട ലിസ്റ്റേ നമുക്ക് പറയാനുള്ളൂ. എന്നിട്ടും ദൈവം സ്നേഹിച്ചു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുമ്പോൾ അവിടെ അശുദ്ധിക്ക് യാതൊരു സാധ്യതയുമില്ല. എന്നാൽ മനുഷ്യരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അശുദ്ധനായ, അഭക്തനായ മനുഷ്യനെയാണ് ദൈവം സ്നേഹിച്ചത്. ആ സ്നേഹം നമ്മോട് കാണിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ ആ സ്നേഹം നമ്മോട് കാണിച്ചതിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ ആ സ്നേഹം ആസ്വദിച്ച ദൈവജനത്തിൽ അത് പ്രകടമായിരുന്നു എന്നാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ ആ സ്നേഹത്തെക്കുറിച്ച് നമുക്കറിവുള്ള ചില വാക്യങ്ങൾ കൂടെ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം സ്നേഹം തന്നെ എന്ന് നാം വായിച്ചു. 9-ാം വാക്യത്തിൽ ആ സ്നേഹം പ്രകടിപ്പിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണല്ലോ: ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പോൾ പുത്രനെ തന്ന് സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും പ്രത്യേക ഒരു ഫംഗ്ഷന് വിളിച്ചാൽ ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് സാധ്യമാകുന്നതിൻ്റെ മാക്സിമം നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വിളിച്ചാൽ നാം കൊണ്ടുപോയി എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് നാം ഇഷ്ടപ്പെടുന്നവർക്കാണ്. നമ്മോട് താല്പര്യമുള്ളവർക്കും നമുക്ക് താല്പര്യമുള്ളവർക്കും നാം സ്നേഹിക്കുന്നവർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും കൊടുക്കുവാനാണ് നമുക്ക് താല്പര്യം. എന്നാൽ ഇവിടെ ഒന്ന് നോക്കിക്കേ, സ്വർഗത്തിലെ പിതാവ് നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആവർത്തിക്കപ്പെടുകയാണ്, ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ആ ആദരിയാതെ ഏൽപ്പിച്ചു തന്ന പുത്രനെ അംഗീകരിച്ചു സ്വീകരിക്കുവാൻ നമുക്കെന്ത് യോഗ്യത? ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും നമുക്ക് വേണ്ടി പുത്രനെ തന്ന ആ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ്! എന്നാൽ സഭയോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എഫെസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ മറ്റൊരു നിലവാരമാണ്, പ്രകടനമാണ്, അതിൻ്റെ മനോഹാരിതയാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 27-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം: തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ നിങ്ങളുമൊക്കെ സഭയുടെ അംഗങ്ങളായി നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മെ ജ്വലിപ്പിക്കുന്ന, കർത്താവിന് വേണ്ടി നിലനിർത്തുന്ന മനോഹരമായൊരു വാക്യങ്ങളിൽ ഒന്നാണിത്: എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന കർത്താവ്. അതേ കാര്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ മറ്റൊരു നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, എന്തിനാണ് എന്ന് പറയുന്നിടത്ത് ഗലാത്യ ലേഖനം 2:20 അദ്ദേഹം പറയുകയാണ്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. അപ്പോൾ അവിടെ വ്യക്തിപരമായിട്ടത് വരികയാണ്. ലോകത്തെ സ്നേഹിച്ചു, പുത്രനെ തന്നു, സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇവിടെ പൗലോസ് അതിനെ വ്യക്തിപരമായി കൊണ്ടുവന്നിട്ട് പറയുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ നൽകി. എത്ര ഹൃദ്യമാണ് ആ വാക്യം! സ്വർഗത്തിലെ ദൈവം നിത്യസ്നേഹമുള്ളവനാണ്. പുത്രനെ തന്ന് സ്നേഹിച്ച ദൈവമാണ്. നാശത്തിൽ നിന്നും വിടുവിക്കുവാൻ നമ്മെ സ്നേഹിച്ച ദൈവമാണ്. എന്നാൽ സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു സ്നേഹം നിമിത്തം.
എന്നാൽ ഇവിടെ പറയുന്നു അത് വ്യക്തിപരമായി എന്നെ, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട് ജീവനെ കൊടുത്ത ആ സ്നേഹത്തിൻ്റെ മനോഹാരിത അവിടെ പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, അതാണ് ദൈവസ്നേഹം നമ്മോട് കാണിച്ചത്. എഫേസ്യ ലേഖനം തന്നെ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് മറ്റൊരു രീതിയിലാണ്. അത് യാഗാർപ്പണത്തോട് ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. 5:2 ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. അപ്പോൾ ഈ വാക്യം ഞാൻ പിന്നീടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. ഒരു യാഗമായി അർപ്പിക്കാൻ, ക്രൂശിൽ മരിക്കാൻ കാരണം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. ആ ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് ആപാദചൂടം അടിയേറ്റ് രക്തം ധാരധാരയായി ഒഴുക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്ന ആ ക്രൂശിതനായ ക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ അവിടെ തെളിഞ്ഞു വരുന്ന ചിത്രം ഇതാണ്: നമ്മെ സ്നേഹിച്ചവൻ. ആ സ്നേഹമാണ് ക്രൂശിൽ പ്രകടമാകുന്നത്. അങ്ങനെ ത്രിയേക ദൈവം അന്യോന്യമുണ്ടായിരുന്ന സ്നേഹം പുത്രനിലൂടെ നമ്മിലേക്ക് പകർന്ന് പരിശുദ്ധാത്മാവിലൂടെ ഹൃദയത്തിലേക്ക് തന്ന് ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് അനുഭവസ്ഥരാക്കി സ്വർഗം നമ്മെ തീർത്തു. അതാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്നിട്ട്, ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് കൊടുത്തിട്ട് കർത്താവ് ഒരു കൽപ്പന കൊടുത്തു. ആ കൽപ്പന യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അപ്പോൾ ദൈവം നമ്മെ, ശിഷ്യന്മാരെ സ്നേഹിച്ചിട്ട് ആ സ്നേഹം പകരപ്പെടണം എന്ന് കർത്താവ് കൽപ്പിക്കുകയാണ്. അത് നിങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ആ സ്നേഹം നിങ്ങളിൽ നിന്ന് പോകരുത്, അവിടെ നിൽക്കരുത്. അത് മറ്റുള്ളവരിലേക്ക്, അന്യോന്യം വേണം, മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ ഈ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിട്ടുണ്ടല്ലോ, അത് അവിടെ തടഞ്ഞു നിർത്തപ്പെടരുത്. അതവിടെ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. ഇത് ദൈവസഭ അംഗീകരിച്ചു, ദൈവജനം ഉൾക്കൊണ്ടു. പ്രിയമുള്ളവരെ, അങ്ങനെ ആ ദൈവസഭ അത് അംഗീകരിച്ചതായി നാം ചിന്തിക്കാൻ പോകുകയാണ്. അനുഭവസ്ഥരായി തീർന്നു എന്ന് നാം ചിന്തിക്കാൻ പോകുകയാണ്. എന്നാൽ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ പറയണം. യോഹന്നാൻ 3:16 നമ്മൾ ചിന്തിച്ചതുപോലെ പുത്രനെ തന്നുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ അറിയണമെന്ന് എഫേസ്യർ 3:17-18 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവന് നൽകിയ സ്നേഹമൊക്കെ നമ്മൾ അറിയണം. പക്ഷേ ഈ സ്നേഹം സ്വീകരിച്ചവരെ കുറിച്ച് 1-2 വാക്കുകൾ ഒന്ന് പറയുമ്പോഴാണ്, ചിന്തിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ആ സ്നേഹം വരുത്തിയ വ്യത്യാസം, അവരെ കൊണ്ട് ദൈവം സ്നേഹിപ്പിച്ചതിൻ്റെ ചരിത്രം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അവിടെ ഒരു വാക്ക് പറയേണ്ടതുണ്ട്. ഞാനും നിങ്ങളും സ്വതവേ സ്നേഹിക്കുന്നവരല്ല. മനുഷ്യനെന്ന നിലയിൽ സ്നേഹമെന്ന വികാരം നമുക്കുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെട്ടതനുസരിച്ചുള്ള ഒരു സ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടണമെങ്കിൽ അതിന് പ്രത്യേകമായ അനുഭവം നമുക്ക് വേണം. ദൈവത്തിൻ്റെ വകയായി വീണ്ടും ജനിച്ച് ദൈവമക്കളാകുമ്പോൾ മാത്രമാണ് നമുക്കത് ലഭ്യമാകുന്നത്. ദൈവമക്കളായാൽ മാത്രം പോരാ, ജീവിതത്തിൻ്റെ കൈപ്പേറിയതും ചൂടേറിയതുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസത്തിലൂടെയാണ് നമ്മിൽ നിന്ന് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നത്. ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അതിൻ്റെ 9-ാം അധ്യായം, അവിടെ കർത്താവ് ശമര്യയിലൂടെ പോകുന്നത് നമുക്കറിവുള്ള കാര്യമാണ്. എടുത്തു വായിക്കാതെ ആശയം മാത്രം പറയാം. ശമര്യയിലേക്ക് കർത്താവ് കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ കടന്നു പോകേണ്ടി വന്നപ്പോൾ ശമര്യയിലെ ഒരു ഗ്രാമത്തിൽ ചെന്നു. അവർ കർത്താവിനെ സ്വീകരിച്ചില്ല. ഉടൻ കർത്താവിൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കൂടെ കർത്താവിനോട് പറയുക, പണ്ട്
ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഇടയിൽ ഏലിയാവെന്ന്. ആ ഏലിയാവ് ചെയ്തതുപോലെ ഇവരെ അങ്ങ് തീർത്ത് കളയണം, ആകാശത്തുനിന്ന് തീയിറക്കി ഇവരെ തീർത്ത് കളയണം. കർത്താവ് പറഞ്ഞു, ഞാൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ദീർഘനാളുകൾ മുൻപോട്ട് പോയി. അവിടെ തന്നെ മറ്റൊരു ഗ്രാമക്കാർ കർത്താവിനെ സ്വീകരിക്കുന്നതായി വായിക്കുന്നുണ്ട്. ഇവർ പിന്നീട് നാളുകൾ മുൻപോട്ട് പോയി. കർത്താവിൻ്റെ മരണത്തിൻ്റെ സമയത്തോടടുത്ത സമയത്താണ് ഇത് പറയുന്നത്. കർത്താവിൻ്റെ ക്രൂശ് മരണം നടന്നു, കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഇവരോട് പിന്നീട് നടന്ന ഒരു ചരിത്ര സംഭവത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം നോക്കിയാൽ ഈ യോഹന്നാനെ അപ്പസ്തോലന്മാർ ശമര്യയിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ശമര്യയിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് അവിടെ വായിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും 17-ാം വാക്യവും. അനന്തരം യെരുശലേമിലുള്ള അപ്പസ്തോലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. 17-ാം വാക്യം. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ, ഇതിനോട് ചേർത്ത് വായിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്ന ഒരു കാര്യം പറയട്ടെ. ഒരിക്കൽ ആ ശമര്യയിലൂടെ കടന്നു പോയപ്പോൾ ഈ യോഹന്നാൻ കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, നീ ആകാശത്തുനിന്ന് തീയിറക്കി ഇതങ്ങ് തീർത്ത് കളഞ്ഞേക്കണം, നശിപ്പിച്ചു കളഞ്ഞേക്കണം. അതേ സ്ഥലത്തേക്ക്, അതേ ശമര്യയിലേക്ക് ഈ യോഹന്നാൻ പത്രോസിനോടുകൂടെ പോകുകയാണ്. അവിടെ ചെന്ന് വിശ്വാസ സമൂഹത്തെ കണ്ട് അപ്പസ്തോലിക അധികാരപ്രകാരം കൈവെക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, യോഹന്നാൻ അപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകാം, എൻ്റെ കർത്താവേ, ഇവരെ നശിപ്പിക്കാനാണല്ലോ നീ ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അപേക്ഷിച്ചത്. ആ നശിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചവരുടെ തലമേൽ കൈവെക്കേണ്ടി വരുന്ന ആ ഒരവസ്ഥ എന്തുകൊണ്ട് അത് സാധിച്ചു? 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞത്, ഞാൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. യോഹന്നാൻ അത് തിരിച്ചറിഞ്ഞു. ഇവരെയും കൂടെ രക്ഷിക്കുവാനാണ് കർത്താവ് വന്നതെന്ന് യോഹന്നാൻ ജീവിതത്തിലൂടെ തിരിച്ചറിയുമ്പോൾ അവരെ തനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ നിൽക്കുന്നുണ്ട്. യോഹന്നാൻ മാത്രമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശിഷ്യന്മാരിൽ യോഹന്നാൻ മാത്രമെന്നാണല്ലോ സൂചന. അപ്പോൾ അവിടെ വെച്ചാണ് ആ മാറ്റമുണ്ടാകുന്നത്. തന്നോടുള്ള ദൈവസ്നേഹത്തിൻ്റെ മാസ്മരികമായ കരവലയത്തിൻ്റെ ഉള്ളിലേക്ക് യോഹന്നാൻ ചെന്ന് നിന്നുകൊടുക്കുകയാണ്. ഞാൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ, സ്നേഹസ്വരൂപൻ്റെ കവിഞ്ഞൊഴുകുന്ന സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ട ആ ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ നിന്നപ്പോൾ ഹൃദയത്തിൽ ആ വ്യത്യാസം വന്നത്. ഇവിടെ നശിപ്പിക്കണമെന്ന് പറഞ്ഞവരുടെ അടുക്കലേക്ക് സ്നേഹത്തോടുകൂടെ യോഹന്നാൻ കടന്നു പോകുക. കർത്താവിനോട് തീർച്ചയായും യോഹന്നാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവേ, നീ രക്ഷിക്കുവാൻ വന്നവരെ നശിപ്പിക്കാൻ പറഞ്ഞ സ്വഭാവമായിരുന്നല്ലോ എൻ്റേത്, നീ അതിനെ മാറ്റിയല്ലോ. അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പോകാൻ നീ എനിക്ക് കൃപ തന്നല്ലോ എന്ന് തീർച്ചയായും യോഹന്നാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിക്കാം. ഞാനും നിങ്ങളും ഈ ദൈവസ്നേഹം തിരിച്ചറിയാതെ ജീവിച്ച ഒരു കാലഘട്ടമുണ്ട്. ക്രൂരന്മാരായി സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തിൻ്റെ വഴികളിലൂടെ ജീവിച്ചൊരു കാലം നമ്മിൽ പലർക്കും ഇല്ലേ? എന്നാൽ അവിടെ നിന്ന് മാറ്റം വന്നത് എവിടെയാ? മറ്റുള്ളവർ നശിക്കാനും അവരെ ഉപദ്രവിക്കുവാനും ഒക്കെ നാം താല്പര്യപ്പെട്ട് ജീവിച്ചൊരു കാലമില്ലേ? എന്തുകൊണ്ട് ഈ മാറ്റം നമ്മിൽ വന്നു? ക്രിസ്തുവിൻ്റെ സ്നേഹം യോഹന്നാന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലേക്ക് ആ ദൈവസ്നേഹം ആഴ്ന്നിറങ്ങിയപ്പോൾ നമുക്ക് സ്വഭാവത്തിന് വ്യത്യാസമുണ്ടായി. യോഹന്നാനെ പോലെ വ്യത്യാസമുണ്ടായി. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കർത്താവിൻ്റെ അതേ പദപ്രയോഗം
കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവജനത്തിന് ലേഖനം എഴുതുമ്പോൾ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുവാനുള്ള കാരണം ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം, ആ കടൽ തീരത്ത് വെച്ച് വിളിച്ച ആ സ്നേഹത്തിൻ്റെ ആഴം യോഹന്നാന്റെ ഹൃദയത്തിൽ ആഴമായി പതിച്ചു. ആ മാറിടത്തിൽ ചാരിയിരുന്നപ്പോൾ അനുഭവിച്ചതിനേക്കാൾ സ്നേഹം അനുഭവിക്കുകയാണ് യോഹന്നാൻ. ആ സ്വഭാവത്തിലേക്ക്, വ്യത്യാസത്തിൻ്റെ അനുഭവത്തിലേക്ക് യോഹന്നാനെ കർത്താവ് കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ദൈവജനത്തിന് വന്ന മാറ്റം ഇത് തന്നെയാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, വേണ്ട വിധത്തിൽ സ്നേഹിക്കുവാൻ കഴിയാതെ ജീവിച്ച ദൈവജനത്തിൻ്റെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിച്ച ആ അനുഭവത്തിൽ നിന്ന് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആ പഴയ സ്വഭാവത്തെ മാറ്റി ദൈവസ്നേഹം ആഴത്തിൽ പതിഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവരെ ആഴമായി സ്നേഹിക്കുവാൻ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ദൈവജനത്തെ ദൈവം മാറ്റി. പത്രോസിന് മാറ്റം വന്നില്ലേ? വാളെടുത്ത് വെട്ടിയവൻ സ്നേഹത്തോടുകൂടെ പ്രസംഗിച്ചില്ലേ? നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെടണം എന്നല്ലായിരുന്നോ പത്രോസിന്റെ പ്രസംഗത്തിന്റെ ആശയം? എന്താ കാര്യം? ആ കടൽ തീരത്ത് വെച്ച് സ്നേഹ സ്വരൂപനുമായ ഒരു സംവാദം നടന്നു, ഒരു ചർച്ച നടന്നു, ഒരു സംഭാഷണം നടന്നു. പത്രോസിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ആ സ്നേഹം ഇറങ്ങിച്ചെന്നു. പത്രോസിന് രൂപാന്തരമുണ്ടായി. പിന്നെ സ്നേഹിച്ച മനുഷ്യനായി അദ്ദേഹം ജീവിക്കുന്നു. യോഹന്നാനെ കുറിച്ച് പറയുന്നത് തന്നെ സ്നേഹത്തിന്റെ അപ്പസ്തോലൻ എന്നല്ലേ? പ്രിയമുള്ളവരെ, നമുക്ക് എവിടെ നിന്ന് കിട്ടി ഈ മാറ്റം? സ്വർഗത്തിലെ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് ആ സ്നേഹം പകർന്നപ്പോൾ, ആ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും സ്നേഹം പകരുവാനും കഴിയുന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിതത്തെ സ്വർഗം മാറ്റി. ഇത് അനുസരിച്ചാണ് യോഹന്നാൻ പിന്നീട് ലേഖനത്തിലൂടെയെല്ലാം, അതുപോലെ പൗലോസിൻ്റെ ഒക്കെ ജീവിതത്തിൽ ആ മാറ്റം വന്നിട്ടുണ്ട്. അവരൊക്കെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന അനേക വാക്കുകളുണ്ട്, വാക്യങ്ങളുണ്ട്. ചിലതൊന്ന് സൂചിപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 21 വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ആ സ്നേഹം അവർ പ്രകടമാക്കിയത് ജീവനെ കൊടുക്കുവാൻ തയ്യാറായിക്കൊണ്ടാണ്. അത് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാണാം. മറ്റൊന്ന്, റോമാലേഖനം 12:9 അവരുടെ സ്നേഹം നിർവ്യാജമായിരുന്നു, വ്യാജമില്ലാത്ത സ്നേഹമായിരുന്നു. എഫേസ്യർ 5:2 അനുസരിച്ച് ഞാൻ അല്പം മുമ്പ് പറഞ്ഞിരുന്നു, പിന്നീട് അതൊന്ന് സൂചിപ്പിക്കുമെന്ന്. സ്നേഹത്തിൽ നടപ്പിൻ എന്നാണ് അവിടുത്തെ വാക്യം. അവർ സ്നേഹത്തിൽ നടക്കുന്നവരായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണോ സ്നേഹത്തിൽ നടന്നത്, അതുപോലെ സ്നേഹത്തിൽ നടക്കുന്ന ഒരു സമൂഹമായി അവർ മാറി. സ്നേഹം ധരിക്കുന്നവരായി. കൊലോസ് ലേഖനം 3:14 ഒരു വസ്ത്രത്തെക്കുറിച്ച് പറയും പോലെയാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരെ കാണുന്നവർ, അവരിലൂടെ കാണുന്നത് ദൈവസ്നേഹമാണ്. അവരുടെ സ്വഭാവത്തിലൂടെ, അവരുടെ ഇടപെടലിലൂടെ എല്ലാം അന്യോന്യം അവർ കാണുന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അങ്ങനെ ആയിരുന്നു ആദിമസഭ. നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിരുന്നു ആ സ്നേഹം അവർ പ്രകടിപ്പിച്ചിരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായം 32 വാക്യത്തിൽ, അത് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വിഷയത്തോട് ബന്ധപ്പെട്ടൊരു സൂചന അവിടെയുണ്ട്. എങ്കിലും ഞാനതൊന്ന് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവജനത്തിൻ്റെ ഇടയിൽ അവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ 4:32 വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. നാം കർത്താവിൻ്റെ മനസ്സുള്ളവർ, കൊരിന്ത ലേഖനം. അപ്പോൾ കർത്താവിൻ്റെ മനസ്സോടുകൂടെ ഒരേ ഹൃദയത്തിൽ, അവിടെ 2 ചിന്തകളില്ല, 2 ആശയങ്ങളില്ല, 2 രീതികളില്ല, എല്ലാം ഒന്ന്. ആ ഒരു അനുഭവമാണ് സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത്. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സ്വയസ്നേഹം അവരിൽ ഉണ്ടായിരുന്നില്ല. ദൈവസ്നേഹം മാത്രം അവരിൽ നിഴലിട്ടിരുന്നു. അവരുടെ അനുഭവം അതായിരുന്നു. എത്ര മനോഹരമായ രീതിയിലാണ് ആ സ്നേഹം അവിടെ പ്രകടമായിരുന്നത്. എന്നാൽ ഈ സ്നേഹം പ്രകടമായ വിവിധ രീതികളുണ്ട്. എന്നാൽ അതിൽ 1-2 ആശയങ്ങൾ കൂടെ പറയട്ടെ.
ഈ സ്നേഹം അന്യോന്യം പ്രകടമാക്കുന്നത്, ഇവിടെ ഒരാശയം പറഞ്ഞു, സ്വന്തമായതൊന്നും ആർക്കുമില്ല, എല്ലാവരും പൊതുവായിട്ടെണ്ണി, ആരും എൻ്റേത്, എൻ്റെ സ്വന്തം, എൻ്റെ വക എന്നൊരു ചിന്തയില്ല, എല്ലാവരും ഒരുപോലെ ആ സ്നേഹം അവിടെ പ്രകടമായി. മറ്റൊരു ആശയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൽ ഒരാശയം കൂടെ പറയാൻ വേണ്ടി ആ വാക്യം എടുക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തി 2:42 സഭായോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ സഭായോഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു യോഗം അപ്പം നുറുക്കുക എന്നുള്ളതാണ്. ഈ അപ്പം നുറുക്കൽ വെളിപ്പെടുത്തുന്ന വലിയ സത്യം, അവർ പലരായ നാം ഒരു ശരീരമെന്നാണ്. അതിൻ്റെ പ്രവൃത്തിയാണ്, പ്രകടനമാണ് ഈ കർത്തൃമേശയിലൂടെ, അപ്പം നുറുക്കലിലൂടെ വെളിപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തു തലയാകുന്ന, സഭാംഗങ്ങൾ ശരീരമാകുന്ന ഏക ശരീരത്തിൻ്റെ അനുഭവം അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ആ നിലയിലാണ് അവർ കർത്തൃമേശയിലേക്ക് അടുത്തു വരുന്നത്. പലരായ നാം ഒരു ശരീരം, അത് സ്നേഹത്തിലൂടെയാണ് പ്രകടമാകുന്നത്. ദൈവത്തോടുള്ള സ്നേഹവും സഹവിശ്വാസികളോടുള്ള സ്നേഹവും അവിടെ പ്രകടമാകുന്നു. ഞാൻ 1-2 ആശയങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറയാം. ഇവിടെ ഈ ആദിമ സഭയിൽ കർത്തൃമേശ എടുത്തത് മിക്കവാറും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് 10 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ. മിക്കവാറും ആ നിലയിൽ നമുക്കതിനെ ചിന്തിക്കാം. ആദ്യത്തെ ആ അനുഭവത്തെക്കുറിച്ച് അങ്ങനെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്നാൽ ഈ കർത്തൃമേശ എടുക്കുന്നത് ക്രിസ്തു ഈ ശുശ്രൂഷ ശിഷ്യന്മാർക്ക് കൊടുത്തതിന് ഏകദേശം 50-53 ദിവസത്തിന് ശേഷമാണല്ലോ. അപ്പോൾ അതിൽ ആ ശിഷ്യന്മാരെല്ലാം ഈ കർത്തൃമേശയോട് അടുത്ത് വന്നപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ വിങ്ങൽ, കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള താല്പര്യം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കാനൊന്ന് ശ്രമിച്ചു. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഹൃദയത്തിൽ വന്ന 1-2 ചിന്തകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് അന്ന് കർത്തൃമേശ എടുത്തപ്പോൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകും, കർത്താവേ, ഞാൻ നിന്നെ തള്ളിപ്പറയുമെന്നറിഞ്ഞിട്ടും നീ എന്നെ സ്നേഹിച്ചല്ലോ. എനിക്ക് വേണ്ടി നീ ക്രൂശിൽ യാഗമായി തീർന്നല്ലോ. നിന്റെ ശരീരവും നിന്റെ രക്തവും നീ എനിക്ക് വേണ്ടി തന്നല്ലോ. ആ ഹൃദ്യത 53 ദിവസങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച തീവ്രമായ ക്രിസ്തു സഹനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിലല്ലേ അവരന്ന് അപ്പത്തിൽ നിന്ന് പങ്കുകാരായത്. യോഹന്നാനെ സംബന്ധിച്ചോ, യോഹന്നാൻ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നതാ, ആ വിലാവിൽ കുത്തുന്നത് കണ്ടതാ. ആ യോഹന്നാൻ കൃത്യമായി കർത്താവിൻ്റെ മുമ്പാകെ കണ്ണുനീരോടല്ലാതെ ആ കർത്തൃമേശയിൽ നിന്ന് പങ്കുകൊണ്ടു എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുകയില്ല. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ നീ ജീവനെ തന്നത്? നിന്റെ ശരീരം ഞങ്ങൾ കണ്ടതാ, അതേ ശരീരം തകർക്കപ്പെട്ടത് ഞങ്ങൾ കണ്ടു. കർത്താവെ, നീയല്ലേ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന ശരീരം, ആ ശരീരം ഞങ്ങൾ കണ്ടതാ. കർത്താവെ, അടിയേറ്റ് തകർക്കപ്പെട്ട ശരീരം ഞങ്ങൾ കണ്ടതാ. ആ ഓർമ്മ അവരുടെ കൺമുൻപിൽ കണ്ടതിൻ്റെ ആഴത്തിലല്ലേ അവരാ അപ്പത്തിൽ നിന്ന് പങ്കുകാരായത്. കർത്താവിനോടുള്ള സ്നേഹം എത്ര ശക്തമായിരുന്നു ആ സമയത്ത് അവരുടെ ഹൃദയത്തിൽ. ആ പാനപാത്രം അവരുടെ കരങ്ങളിലേക്ക് വന്നപ്പോൾ കർത്താവിനോടുള്ള സ്നേഹം അവരുടെ അധരങ്ങളിൽ നിന്ന് വാക്കുകളായി പൊഴിഞ്ഞിട്ടില്ലേ? കർത്താവേ, നീ അത്യുന്നതനായിരിക്കെ ഈ ദ്രോഹിയായ, ഈ പാപിയായ എന്നെ ശുദ്ധീകരിക്കാൻ, പത്രോസിന്റെ വാക്ക് തന്നെ നമുക്കെടുക്കാം, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ നിർദോഷമായ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ആദ്യ ദിനം അത് പറഞ്ഞിട്ടുണ്ടാകുകയല്ലേ എന്ന് ഞാനങ്ങ് ചിന്തിക്കുക. കർത്താവിൻ്റെ പാദങ്ങളിൽ ആ സ്നേഹത്തിൻ്റെ മാസ്മരിക വലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരത് പറഞ്ഞിട്ടില്ലേ? അവരത് ആസ്വദിച്ചിട്ടില്ലേ? പ്രിയമുള്ളവരെ, ദൈവസ്നേഹം ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ മേശയിൽ പങ്കുകാരാകുമ്പോൾ, അപ്പപാനപാത്രങ്ങളിൽ നിന്ന് പങ്കുകാരാകുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ടോ? ആ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ അലയടിക്കാറുണ്ടോ? ആ തകർക്കപ്പെട്ടവൻ്റെ ശരീരം നമ്മുടെ ചിന്തയിൽ വരാറുണ്ടോ? ആ രക്തച്ചൊരിച്ചിലിൻ്റെ ആഴം നമ്മുടെ ഹൃദയത്തിൽ നമ്മെ സ്വാധീനിക്കാറുണ്ടോ?
കഴിഞ്ഞ ആഴ്ചയിൽ അപ്പവീഞ്ഞുകളിൽ നിന്ന് പങ്കുകാരായപ്പോ ഒരു തുള്ളി കണ്ണുനീർ, സ്നേഹത്തിൻ്റെ കണ്ണുനീർ ആ പാദങ്ങളിൽ നമുക്ക് വീഴിക്കാൻ കഴിഞ്ഞോ? അവൻ നമുക്ക് വേണ്ടി രക്തം തന്നു, പക്ഷെ അവൻ്റെ പാദങ്ങളിൽ സ്നേഹം കൊണ്ട്, കർത്താവേ നീ എന്നെ സ്നേഹിച്ച് ആ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നത്, എൻ്റെ മുമ്പാകെ ആ സ്നേഹം ക്രൂശിലാണല്ലോ പ്രദർശിപ്പിച്ചത്. ഞാനത് ഓർക്കുന്നു. കർത്താവേ, നിന്റെ സ്നേഹം ക്രൂശിലൂടെ ഞാൻ കാണുന്നു. നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ ആ സ്നേഹത്തിൻ്റെ ആഴം? അത് പൂർണ്ണമായും പ്രകടമായ മനോഹരമായ ഒരു സംഭവമാണ് സഭായോഗങ്ങളിലെ ഓരോ അനുഭവങ്ങളും. പ്രത്യേകിച്ച് അപ്പം നുറുക്കൽ, കർത്തൃമേശ. പ്രിയമുള്ളവരെ, ദൈവജനത്തിൻ്റെ ഇടയിൽ കർത്താവ് ഇത് ഓർക്കുവാൻ തന്നിരിക്കുന്നത് ആ സ്നേഹം അന്യോന്യം പ്രകടിപ്പിക്കാൻ തന്നെയാണ്. ദൈവത്തോട് മാത്രമല്ല, തൊട്ടടുത്തിരിക്കുന്ന സഭയിലുള്ള കൂട്ടു സഹോദരങ്ങളോട് ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പങ്കുകാരാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണല്ലോ അതിൻ്റെ സത്യം. പ്രിയമുള്ളവരെ, അത് ആദിമ സഭയിൽ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് എത്ര മണിക്കൂറുകൾ അവർ ആ ശുശ്രൂഷയ്ക്ക് എടുത്തു നിന്നു എനിക്ക് അറിഞ്ഞുകൂടാ. 3000-ലധികം ആളുകളുണ്ടല്ലോ അവിടെ. പക്ഷേ ആ സ്നേഹം അവിടെ പ്രകടമായിരുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, തെളിവ് എന്നോട് ചോദിക്കരുത്, ഞാൻ ചിന്തിക്കുകയാണ്. അവിടെ എല്ലാവരും കണ്ണുനീരുകൊണ്ട് അവർ ഇരുന്ന സ്ഥലം നനച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ഇരിക്കുന്ന ഇരിപ്പിൽ മനോഹരമായ കസേരയിൽ ഇരുന്നാണ് അത് ചെയ്തതെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അവർ ബഹുമാനത്തോടുകൂടെ, ആദരവോടുകൂടെ എഴുന്നേറ്റ് നിന്നോ മുട്ടേ നിന്നോ ഒക്കെ ആയിരിക്കാം ആ അപ്പപാനപാത്രങ്ങൾ കരങ്ങളിലേക്ക് വാങ്ങിയത്. കാരണം ആ സ്നേഹത്തിൻ്റെ ആഴം അവരുടെ ഹൃദയങ്ങളെ ചലിപ്പിച്ചിട്ടുണ്ട്. അതായിരുന്നു ആദിമ സഭയിലെ അനുഭവം. പ്രിയമുള്ളവരെ, അതിലൂടെ അവർ ആ സ്നേഹത്തെ അന്യോന്യം പ്രകടമാക്കി. മറ്റൊരു മേഖലയായിരുന്നു 2-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിൽ ആ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രകടനം. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും, സ്നേഹസദ്യ. അവരൊരുമിച്ച് കൂടി അവർക്ക് ദൈവം കൊടുത്ത ഭക്ഷണം ഒരുമിച്ച് പങ്കുവെക്കുകയാണ്. ഒരുമിച്ച് സ്നേഹസദ്യ എന്നാണല്ലോ അതിന് ദൈവദാസന്മാർ കൊടുത്തിരിക്കുന്ന പേര്. ആ സ്നേഹസദ്യയിലൂടെ അവർ അന്യോന്യം ആ സ്നേഹം പങ്കുവെക്കുകയായിരുന്നു. സഭായോഗങ്ങളിലൂടെ, സ്നേഹസദ്യയിലൂടെ, അന്യോന്യമുള്ള എല്ലാം പൊതുവകയെന്ന് എണ്ണി അവരുടെ അന്യോന്യമുള്ള ബന്ധത്തിലൂടെ, സ്വന്തമെന്ന് ആരും പറയാതെയുള്ള ആ മനോഹര ബന്ധത്തിലൂടെ ആ സ്നേഹം അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സ്നേഹം അവരുടെ ജീവിതത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്തി. എന്നാൽ പ്രിയമുള്ളവരെ, ആദിമ നൂറ്റാണ്ടിലെ ആ സ്നേഹത്തിൻ്റെ മറ്റൊരു കാര്യം കഴിഞ്ഞ ആഴ്ചയിലെ വിഷയത്തോട് ബന്ധപ്പെട്ട് തന്നെ പറയാം. 4-ാം അധ്യായത്തിൽ ദൈവദാസന്മാർക്കൊരു പ്രശ്നമുണ്ടായി. അവർ സുവിശേഷം പറഞ്ഞപ്പോൾ അത് അറിയിക്കരുതെന്ന് പറഞ്ഞു. അവർ പോയി ദൈവജനത്തോട് പറഞ്ഞു. അവിടെയും ആ സ്നേഹം പ്രകടമാകുകയാണ്. എന്താ ആ സ്നേഹം? പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സഭയിലുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ഒരു പ്രയാസമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹം അവരുടെ മുമ്പാകെ പ്രകടിപ്പിക്കേണ്ടത്. ഞാൻ ഓർക്കുന്നു, ഞാൻ കർത്താവിനെ കൃപയാൽ കണ്ടെത്തിയതിന് ശേഷം ബൈബിൾ സ്കൂളിലൊക്കെ പോകാൻ തീരുമാനിച്ച സമയത്ത് വീട്ടിൽ ഇതിനെ പ്രതി കുറച്ച് പ്രതിസന്ധികളുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ബൈബിൾ സ്കൂളിൽ പോകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ പണവുമില്ല. പോകണം, അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ അന്ന് സഭ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. ഉച്ച കഴിഞ്ഞൊരു ദൈവദാസൻ എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ പോകണം, നാളെ ക്ലാസ് തുടങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞു, വെച്ചാൽ എങ്ങനെ പോകണ്ടേ, എങ്ങനെയാണ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സല്ലാതെ ഒന്നും എൻ്റെ കയ്യിലില്ല, വീട്ടിൽ നിന്നൊന്നും കിട്ടാനുമില്ല. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, മകനെ ഭാരപ്പെടണ്ട, നമുക്ക് പോവാം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ജോഡി ഡ്രസ്സും ഒരു പാത്രവും
പിന്നെ അത്യാവശ്യം ബൈബിൾ സ്കൂളിൽ ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഒരു ബാഗിലാക്കി എൻ്റെ കയ്യിൽ തന്ന് എന്നെ ആ ബൈബിൾ സ്കൂളിൽ, മാവേലിക്കര ബൈബിൾ സ്കൂളിൽ കൊണ്ടാക്കി. അത് വേറെ ആരുമല്ല, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പള്ളം വർഗീസ് അച്ചായനാണ്. അന്നു മുതൽ ദൈവജനത്തിൻ്റെ സ്നേഹം പല നിലകളിൽ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വർഗത്തിലെ ദൈവം ആ ആദിമ ജനത്തിൻ്റെ നടുവിൽ, ദൈവസഭയുടെ നടുവിൽ, ഇന്നും അനേകരങ്ങനെ ചെയ്യുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ദൈവജനത്തിൻ്റെ നടുവിൽ ആ സ്നേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവർ, എന്നാൽ സങ്കടകരമായി തോന്നുന്ന ഒന്ന് രണ്ട് ആശയങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എന്തായിരുന്നു? കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, നിൻ്റെ ദാസന്മാരെ സഹായിക്കണം എന്നല്ല, ഞങ്ങളുടെ വിഷയമാണ്, ഞങ്ങളുടെ പ്രശ്നമാണ്, അത് ഞങ്ങളുടെ പ്രശ്നം. അങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. 2 വാക്യം അതിനോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായം 30-ാം വാക്യം, അതിൻ്റെ ഒടുവിലത്തെ ഭാഗം. നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിൻ്റെ ദാസന്മാരെന്ന് അവർ തുടങ്ങുന്നത്. അപ്പോൾ അവരവിടെ ആ പ്രാർത്ഥനയിലൂടെ ആ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൂട്ടു സഹോദരന്മാരുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ ഒരു അവയവം പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ അത് ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആദിമസഭയിൽ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ അവരുടെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അവരുടെ ഒരാളുടെ പ്രയാസം എല്ലാവരുടെയും പ്രയാസമായിരുന്നു. അതിലൂടെ പ്രകടമാക്കിയത് ഈ ദൈവസ്നേഹമാണ്. ഞങ്ങളുടെ കൂടെയുള്ള ദൈവദാസന്മാരുടെ, ഞങ്ങളുടെ കൂടെയുള്ള ദൈവജനത്തിൻ്റെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നമാണ് കർത്താവേ. അതെങ്ങനെ അവർക്ക് അങ്ങനെയായി തോന്നിയത്? അവർ അത്രയ്ക്കന്യോന്യം സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹം പ്രകടമായ 4 വിധങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1, അവർ എല്ലാം പൊതുവകയെന്ന് എണ്ണിയപ്പോൾ സ്വന്തമെന്നാരും ഒന്നിനെക്കുറിച്ചും പറഞ്ഞില്ല. സഭായോഗങ്ങളിലൂടെ ആ സ്നേഹം അവർ വെളിപ്പെടുത്തി. പ്രത്യേകിച്ച് കർത്തൃമേശയിലൂടെ അവർ അതുപോലെ സ്നേഹസദ്യയിലൂടെ അത് പ്രകടമാക്കി. ദൈവജനത്തിൻ്റെ ഒരു പ്രശ്നം ഞങ്ങളുടെ പ്രശ്നമാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് ആ സ്നേഹം അവർ പ്രകടമാക്കി. എന്നാൽ കാലാന്തരെ അതിനൊക്കെ മാറ്റം വന്നു. ഞാനിവിടെ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അതേ സ്നേഹം ഇങ്ങോട്ട് തുടർന്നിരുന്നെങ്കിൽ, ദൈവസഭകൾ തുടർന്നിരുന്നെങ്കിൽ, സത്യമായി ഞാൻ ചിന്തിക്കുന്നത് പറയട്ടെ, ഇന്ന് എല്ലാവരും വിശ്വാസികളായി തീരുമായിരുന്നു, കുറഞ്ഞ പക്ഷം. എന്താ കാരണം? ഈ നിലയിലല്ലേ ദൈവസഭ സ്നേഹത്തെ, ദിവ്യ സ്വഭാവത്തെ ദൈവസഭയിൽ പ്രകടമാക്കിയത്. പ്രിയമുള്ളവരെ, എന്നാൽ പരാജയപ്പെട്ടത് എവിടാണെന്നറിയാമോ? അത് വായിക്കുമ്പോൾ എനിക്കത് പറയാൻ പോലും തോന്നാത്തരി എന്ന് പറഞ്ഞാൽ എന്നെ വികാരം ഭരിക്കുന്നു. കാരണം അത് നഷ്ടപ്പെട്ടു പോയത് ചില കാരണങ്ങൾ കൊണ്ടാണ്. ഞാൻ 1-2 വാക്യങ്ങൾ പറയാം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഒരു മേഖല അവിടെയുണ്ട്. അതിൻ്റെ കാരണവും അവിടെ പറയുന്നുണ്ട്. 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സബീരയോടുകൂടെ ഒരു നിലം വിറ്റു ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ചു. ആ സ്നേഹം, അന്യോന്യ സ്നേഹം ദൈവസഭയിൽ നിന്ന് അകലുന്നത് ഇവിടെ വെച്ച. അവർ സമ്പത്തിനെ സ്നേഹിച്ചു. ഭാര്യയും ഭർത്താവും കൂടെ സമ്പത്തിനെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, അന്നാരംഭിച്ചു മൂല്യച്യുതി. അന്നാരംഭിച്ചു ദൈവസ്നേഹത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ അനുഭവം സഭയിലുണ്ടായിരുന്നത് അന്ന് കുറയുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇന്നും സമ്പത്ത് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നതിന് തടസ്സമായി വരുന്നില്ലേ? വരരുത്. 2-ാമത്തെ കാര്യം, അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിലാണ്, അതിൻ്റെ 1-ാം വാക്യം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു.
രണ്ടാമത്തെ സംഭവം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. സ്നേഹസദ്യയിലാണ് ഈ പ്രതിസന്ധി ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരേ സമൂഹം, ഭാഷ രണ്ട്, പക്ഷേ അവർ ആ സ്നേഹസദ്യ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ അവർക്ക് കൊടുത്തിരുന്നതാണെങ്കിലും ഇവിടെ അവർ പരാജയപ്പെടുകയാണ്. ഞാനൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അനേക സന്ദർഭങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളിലാണെന്ന് കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആദിമസഭയിൽ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ പരാജയത്തിലേക്ക് പോയത് സമ്പത്തിനോടുള്ള സ്നേഹവും ഭക്ഷണ വിഷയത്തിലുമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നും. നശിച്ചു പോകുന്ന ഭക്ഷണമെന്ന് കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ, ഈ സമ്പത്തെല്ലാം ഇവിടം കൊണ്ട് തീരുന്നതാണെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, അതിനേക്കാൾ പ്രാധാന്യം നശിച്ചു പോകുന്ന ഇവയ്ക്ക് കൊടുത്തപ്പോഴാണ് ദൈവസ്നേഹം അവരിൽ നിന്ന് അകന്നുപോയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നത് കുറയുവാൻ കാരണം ഇവയൊന്നും ആവരുത്. അങ്ങനെ പാടില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തെയും ദൈവജനത്തെയും ആഴമായി സ്നേഹിച്ച് തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ ദിവ്യ സ്വഭാവം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരാം. അതിന് സമ്പത്ത് തടസ്സമാവരുത്, ഭക്ഷണം തടസ്സമാവരുത്. പ്രിയമുള്ളവരെ, നമ്മിലൂടെ ആ സ്നേഹം പ്രകടമാകട്ടെ. പിന്നീട് എബ്രായ ലേഖനം 10:24 വായിക്കുന്നുണ്ട്, ഈ കർത്തൃമേശയുടെ മനോഹരമായ സന്ദർഭമുള്ള സഭായോഗങ്ങൾ അവർ ഉപേക്ഷിച്ചു. അപ്പോൾ ദൈവജനം ദൈവം ഉദ്ദേശിച്ച യോഗങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ ആ ദൈവസ്നേഹം വെളിപ്പെടുന്ന മേഖല അസ്തമിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, കർത്താവിനെയും കർത്താവിൻ്റെ ജനത്തെയും സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും സഭായോഗങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവർ ഉപേക്ഷിച്ചപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഉണ്ടാകുന്നതിന് തടസ്സമുണ്ടായി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ സഭായോഗങ്ങളിൽ കൃത്യമായി സംബന്ധിക്കുമ്പോൾ ദൈവത്തോടും ദൈവജനത്തോടുമുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. മൂന്നാമത് നാം കാണുന്നത് അവരുടെ ജീവിതത്തിൽ അതിൻ്റെ മനോഹാരിത. സഭായോഗങ്ങളെ അവർ ഒഴിവാക്കി. 1 കൊരിന്ത്യർ 11:18 നാം വായിക്കുന്നത്, നിങ്ങൾ സഭ കൂടുന്നത് ഭിന്നതയോടുകൂടെയാണ്. എങ്ങനെയാണ് അവർ ആ സ്നേഹം നഷ്ടപ്പെടുത്തിയത്? ഭിന്നതയിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, ഒരു ശരീരമാണ് നാം, ഏക ശരീരമായ നാം, ഒരു സഭയിലുള്ളവരായ നാം. എപ്പോഴെങ്കിലും ഭിന്നതയുടെ കണികകൾ നമ്മുടെ ഉള്ളിലുണ്ടായാൽ അത് സ്നേഹത്തിൻ്റെ പ്രദർശനത്തിന് തടസ്സമായി നിൽക്കുമെന്നുള്ള സത്യം ഇവിടെ വെളിപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, കഴിവും പ്രാപ്തിയും ഇല്ലാത്തവരൊക്കെ ചിലപ്പോൾ നമ്മുടെ സഭയിലുണ്ടായേക്കാം. സമ്പത്തില്ലാത്തവരുണ്ടായേക്കാം, വേണ്ട വിധത്തിൽ ഭക്ഷണമില്ലാത്തവരുണ്ടായേക്കാം, പല നിലകളിലുള്ളവരാ. സഭായോഗങ്ങളിൽ വന്നിട്ട് നല്ലൊരു ചിന്തയും നന്നായിട്ട് പാടുവാനും ഒക്കെ കഴിവില്ലാത്തവരുണ്ടായേക്കാം. പക്ഷെ അവരുടെ ഹൃദയം മെബീഭോശത്തിനെ പോലെ, അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പാകെ വെമ്പുന്നുണ്ടാവും. കർത്താവെ, ചത്ത നായെ പോലെയുള്ള എന്നെ നീ രക്ഷിച്ചല്ലോ എന്ന് അവർ പറയുന്നുണ്ടാകും. പ്രിയമുള്ളവരെ, മുഖപക്ഷമില്ലാതെ ആരെയും ആ നിലയിൽ നോക്കാതെ എല്ലാവരും ദൈവജനമെന്ന നിലയിൽ സ്നേഹിക്കുമ്പോഴാണ് ദിവ്യ സ്വഭാവം നമ്മിലൂടെ പ്രകടമാകുന്നത്. അവർ 1 കൊരിന്ത്യർ 11:30 നാം 33 വായിക്കുന്നുണ്ട്, സ്നേഹസദ്യയുടെ സമയത്ത് അവർ അന്യോന്യം കാത്തിരുന്നില്ല. അപ്പോൾ കാത്തിരിപ്പൊക്കെ പോയി. അന്യോന്യം മറ്റൊരു സഹോദരനെ വരുന്നത് കാത്തിരിക്കാൻ അവർക്ക് താല്പര്യമില്ലാതെയായി. അവരവരുടെ കാര്യം നോക്കുന്നൊരു കാലം. പ്രിയമുള്ളവരെ, അത് ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നതിന് തടസ്സമാണെന്നുള്ള സത്യം മറന്നു പോകരുത്. അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി സൂക്ഷ്മതയോടെ ഇവയെ ശരിയായ രീതിയിൽ പാലിച്ചുകൊണ്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഒടുവിലത്തെ ആശയത്തിലേക്ക് വരാം. ദൈവം ഇന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നാം ദൈവത്തെയും ദൈവസഭയിലെ സഹോദരങ്ങളെയും സ്നേഹിക്കണം. 1 യോഹന്നാൻ 4:20-21 കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
കൂട്ടു സഹോദരന്മാരെ, ദൈവജനത്തെ സ്നേഹിക്കുന്നു എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15:10 കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് ആ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് കർത്താവ് സ്നേഹിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. 3-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ 3:1 എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു അല്പമെങ്കിലും നമുക്ക് കർത്താവിനോടും കർത്താവിൻ്റെ ജനത്തോടും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. സ്നേഹമെന്ന ദിവ്യ സ്വഭാവം ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ഉണ്ടായിരുന്നു. നമ്മിലും അതുണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് തുടരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മരണം വരെ, അല്ല, കർത്താവിൻ്റെ മടങ്ങിവരവ് വരെ നാം ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ ഈ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.